ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞു സ്വാഗതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതുപോലെ തന്നെ വ്യത്യസ്തമായ രുചിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മാങ്ങ ഇതുപോലെ നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത്. അതാണ് ആദ്യത്തെ വ്യത്യാസം വരുന്നത്. പച്ചമാങ്ങ നീളത്തിന് അരിഞ്ഞെടുക്കുക, എരിവുള്ള മുളക് നമ്മൾ അരിഞ്ഞെടുക്കുക, പിന്നെ ഇഞ്ചി അരിഞ്ഞെടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നവരെ നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നീളത്തിനാണ് കേട്ടോ നമ്മൾ പച്ചമാങ്ങ അരിഞ്ഞിട്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു അച്ചാറെന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സിമ്മിൽ ഇട്ട് ഇളക്കി കൊടുക്കരുത്. നല്ല ഫുള്ളി തന്നെ ഇട്ട് വേണം ഇളക്കി കൊടുക്കുക. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഈ അച്ചാർ. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഇതിൽ പച്ചമുളക് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ സ്വാദ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആകെ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞക്കുത്തൊക്കെ മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളി തന്നെ ഇട്ട് ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നില്ല. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് പുളി ഇവിടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വാളംപുളി. അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിൽ വരുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ലാസ്റ്റായി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, ചൂടാറിയതിന് ശേഷം ഉലുവയും കടുകും പൊടിച്ചിട്ട്